ഓൾസോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ വീഡിയോ ഫസ്റ്റ് ഓഫ് ഓൾ തമ്മിൽ കണ്ടപ്പോൾ തന്നെ കുറേ പേർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് എല്ലാവരും കപ്പ് ഓഫ് ടീ അല്ല. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഞാൻ പറയാൻ പോകുന്നത് ഞാൻ ഇപ്പം എന്ത് ചെയ്യുന്നു, ഞാനതിനിപ്പോൾ എന്താ പഠിക്കുന്നത്, പഠിച്ച കോഴ്സിൻ്റെ അപ്ഡേറ്റ്സ് ഒന്നും ഇല്ലല്ലോ, ജോബിന് കയറിയില്ലേ, ജോബിന് പോയില്ലേ, അതെന്താ, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ കുറേ കുട്ടികൾ അഡ്മിഷൻ റിഗാർഡിങ്, അതായത് ഇപ്പോൾ +1 +2 കഴിഞ്ഞിരിക്കുകയാണല്ലോ, അപ്പോൾ കുറേ മെസ്സേജസ് എനിക്ക് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു, ഒന്ന് ഹെൽപ്പ് ചെയ്യോ, ഏത് കോഴ്സാണ് ബെറ്റർ, അങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് വന്നത് എൻ്റെ കറണ്ട് അപ്ഡേറ്റ് ആണ്, ഞാൻ പഠിച്ച കോഴ്സിനെ കുറിച്ച്. അപ്പോൾ എൻ്റെ ചാനൽ എന്തായാലും പുതുതായിട്ട് കാണുന്നവരുണ്ടാവാം. ഇതിനെക്കുറിച്ച്, ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഞാൻ ഓൾറെഡി, എനിക്ക് തോന്നുന്നു എൻ്റെ ചാനലിൽ ഒരു 3-4 വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. പക്ഷേങ്കിൽ എല്ലാവരും ആ വീഡിയോ കണ്ടിട്ടുണ്ടാവണമെന്നില്ലല്ലോ. പക്ഷേ ദാറ്റ്സ് ഓക്കെ. എനിക്കിപ്പോഴും ഈ റീസെൻ്റ്ലി ഞാൻ പോസ്റ്റ് ചെയ്ത വീഡിയോൻ്റെ താഴെ പോലും ഇങ്ങനെ കമൻറ്റ്സ് വന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന്. അപ്പോൾ മൈസെൽഫ്, എൻ്റെ പേര് ഫാത്തിമ റന എന്നാണ്. അപ്പോൾ ഞാൻ പഠിച്ച കോഴ്സ് എന്ന് പറയുന്നത് ചെന്നൈ SRM കാട്ടാങ്കുളത്തൂർ മെയിൻ ക്യാമ്പസിൽ. ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് PSC MIT ആണ്. ഒരു പാരാമെഡിക്കൽ അലൈഡ് ഹെൽത്ത് കോഴ്സായിട്ട് വരുന്നൊരു കോഴ്സാണ്. ഇത് ഡ്യൂറേഷൻ വരുന്നത് 4 വർഷമാണ്. 3 വർഷം നമുക്ക് തിയറിയും പിന്നെ 4ാമത്തെ വർഷം കംപ്ലീറ്റ് ഇൻറ്റേൺഷിപ്പും. ഇതിൽ തന്നെ ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് തിയറി ആയിരിക്കും, സെക്കൻഡ് ഇയർ നമുക്ക് മിക്സ്ഡ് ആയിട്ട് ഉണ്ടാവുക. തിയറിയും ഉണ്ടാവും, നമുക്കിങ്ങനെ ഓൾട്ടർനേറ്റീവ് ആയിട്ട്, ലൈക്ക് ഇപ്പോൾ ഒരു 6 days ആണെങ്കിൽ ഒരു ദിവസം തിയറി, ഒരു ദിവസം പോസ്റ്റിങ്സ്, ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു കിടപ്പ്. ഫസ്റ്റ് 3 years നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി തിയറിക്കാവും ഒന്നുകൂടി പ്രാധാന്യം. സ്റ്റിൽ നിങ്ങൾക്ക് സെക്കൻഡ് ഇയറിലും തേർഡ് ഇയറിലും നിങ്ങൾക്ക് പോസ്റ്റിങ്സും ഉണ്ടാവും. ആൻഡ് കംപ്ലീറ്റ് 4th ഇയറിൽ കംപ്ലീറ്റ് പോസ്റ്റിങ്സ് ആയിരിക്കും. സോ 4 വർഷത്തെ കോഴ്സാണ് വരുന്നത്. ഇപ്പോൾ ഇത് തന്നെ ഇപ്പോൾ മംഗലാപുരം, ബാംഗ്ലൂർ, ചെന്നൈയിലൊക്കെ ഈ കോഴ്സ് ഉണ്ട്, കുറേ കോളേജസിലുണ്ട്. ഞാൻ ചെയ്തത് എന്തായാലും SRM ഓക്കെ. ഇനി ഈ കോഴ്സിൻ്റെ ജോബ്, ലൈക്ക് ഇത് പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് ആവുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ നമ്മളവിടെ എക്സ്റേ പെർഫോം ചെയ്യുന്ന, അല്ലെങ്കിൽ എക്സ്റേ എടുക്കുന്ന ഒരാളെ കാണാറുണ്ട്. MRI ആണെങ്കിലും ആ ഒരു കൺസോൾ റൂമിലുള്ള നിങ്ങളൊരാൾ കണ്ടിട്ടില്ലേ, ഇത് പെർഫോം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്ന, ഇപ്പോൾ CT എടുക്കുന്ന ഒരാൾ, ഇതൊക്കെ പെർഫോം ചെയ്യുന്ന ഒരാളുണ്ടാവുമല്ലോ. ആ ഒരു രീതിയിലോട്ട് എത്താനുള്ള പഠിത്തമാണ് നമ്മൾ PSC MIT പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ റേഡിയോഗ്രാഫർ എന്നാണ് പറയുക. റേഡിയോഗ്രാഫർ വേറെ, റേഡിയോളജിസ്റ്റ് വേറെ. റേഡിയോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ ഡോക്ടർമാരാണ്. നമ്മുടെ ഈ ഒരു എക്സ്റേ MRI, നമ്മളെടുത്ത എക്സ്റേ MRI നോക്കി റിപ്പോർട്ട് ചെയ്യുന്നത് ഡോക്ടർമാരാണ്. സോ അവർക്കാണ് നമ്മൾ റേഡിയോളജിസ്റ്റ് എന്ന് പറയുക. സോ നമ്മുടെ ജോബ് എന്താ, അപ്പോൾ എക്സ്റേ MRI CT ഇതൊക്കെ പെർഫോം ചെയ്യുന്ന ആൾ, മാമോഗ്രഫി. പിന്നെ ഇത് മാത്രമൊന്നുമല്ല, നിങ്ങൾക്കിപ്പോൾ എന്താ പറയുക, ഈ ഒരു ഇത് പഠിച്ചു കഴിഞ്ഞാൽ, PSC MIT പഠിച്ചു കഴിഞ്ഞാൽ ക്വാളിറ്റി അഷുറൻസ് എന്ന് പറയും. അങ്ങനെ കുറേ ഭാഗമുണ്ട്. അതിപ്പോൾ മൊത്തം എനിക്ക് വീഡിയോയിൽ പറയാൻ പറ്റൂല. എന്തായാലും നമുക്ക് ഇങ്ങനത്തെ ഒരു ബ്രാൻഡ്സ് ഉണ്ടല്ലോ, സിമൻസ്, ഇത് ഈ ഒരു MRI മെഷീൻസും CT മെഷീൻസൊക്കെ ഉണ്ടല്ലോ. സോ അതിൻ്റെ ഒരു കമ്പനീസിലും നമുക്ക് ജോബ് കിട്ടും. അത് ഇതുപോലല്ല, അത് വേറെ തന്നെ ഒരു ഭാഗമാണ്. അപ്പോൾ ഓരോരുത്തരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചാണ് ഓരോരുത്തർ ട്രൈ ചെയ്യൽ. പിന്നെ PSC MIT പഠിച്ച ഒരാൾക്ക് MSc MIT ചൂസ് ചെയ്തിട്ട് ടീച്ചിങ് ഫീൽഡിലോട്ട് നോക്കാം. അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷേ എല്ലാവർക്കും വരേണ്ടത് എൻ്റെ അപ്ഡേറ്റ്സ് ആണ്. സോ എൻ്റെ അപ്ഡേറ്റ്സ് എന്ന് പറയുമ്പോൾ, ഞാനിപ്പോൾ ഏകദേശം ഓഗസ്റ്റിലാണ് കോഴ്സ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ലാസ്റ്റ് വീഡിയോയിൽ ആരോ കമൻ്റ് അടിച്ചിട്ട് എന്തോ ഒരു സ്കോപ്പ് ഇല്ലാത്ത പോലെ സംസാരിക്കുന്നത്. ആക്ച്വലി ഞാൻ അതിൻ്റെ ഇടയിൽ കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. സ്കോപ്പില്ലാതെ ഞാൻ ഒരിക്കലും പറയില്ല. മെഡിക്കൽ ഫീൽഡ് ആയിക്കോട്ടെ, എഞ്ചിനീയറിംഗ് ഫീൽഡ് ആയിക്കോട്ടെ, ഡിഗ്രി ഫീൽഡ് ആയിക്കോട്ടെ, എല്ലാ കോഴ്സിനും അതിൻ്റേതായിട്ടുള്ള സ്ട്രഗിളിങ് പീരീഡ് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ കോഴ്സസ് സെലക്ട് ചെയ്യുക. ഞാൻ ആ വീഡിയോൻ്റെ ഇടയിൽ കറക്റ്റായി പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ കാര്യത്തിൽ സംഭവിച്ചത് നേരെ ഉൾട്ടാണ്. സ്കോപ്പ് ഇല്ലാത്ത പ്രശ്നമല്ല, എനിക്ക് പയ്യെ ഇൻട്രസ്റ്റ് പോയി എന്നുള്ള ഒരു സംഭവം വന്നപ്പോഴാണ് എനിക്കിങ്ങനെ ഒരു മടി വന്നത്. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ കുറച്ച് ഗ്യാപ്പ് എടുത്തിട്ട് നമുക്കൊന്ന് ആ ഒരു എന്താ പറയുക, അവിടുത്തെ ആ ഒരു ക്ലൈമറ്റും കാര്യങ്ങളും പഠിക്കുന്ന സമയത്തുള്ള ആ ഒരു എൻവയോൺമെൻറ്റിൽ നിന്ന് എനിക്കൊരു ബ്രേക്ക് വേണമായിരുന്നു. സോ ഞാൻ ഓഗസ്റ്റ് കഴിഞ്ഞപ്പോൾ കുറച്ച് മാസങ്ങൾ ബ്രേക്ക് എടുക്കാമെന്നുള്ളൊരു ഇതിലാണ് ഞാൻ ഇപ്പോൾ ജോബിനെ കറൻ്റ്ലി ട്രൈ ചെയ്യാത്ത. ഇൻഷാല്ലാ എക്സ്പീരിയൻസ് ആക്കണമെന്നുണ്ട്. മാത്രമല്ല, ഇപ്പോൾ ഞാൻ ഓൾറെഡി MBAക്ക് ജോയിൻ ചെയ്തു. ഇപ്പോൾ MBA ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓൺലൈനായിട്ട് മണിപ്പാൽ യൂണിവേഴ്സിറ്റിയിൽ. സോ അതാണ് നിങ്ങൾ ലാസ്റ്റ് കണ്ട വീഡിയോസിൽ ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്തായിട്ട് കാണുന്നത്. കാരണം വേറൊരു കാര്യം ഞാൻ ഇതിന് അപ്പാർട്ട് പറഞ്ഞു തരട്ടെ. നിങ്ങളിപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നില്ല, നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ടോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ ഉപദേശം കേൾക്കേണ്ടവരത് കേൾക്കണം, അങ്ങനെയല്ല. പക്ഷേ എങ്കിൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ കരിയർ കൗൺസിലിംഗ് ഒക്കെ കൊടുക്കുന്ന ആളുകളുണ്ടല്ലോ, എനിക്കെന്തോ നിങ്ങൾ അവർ പറയണതും അല്ല കേൾക്കേണ്ടത്. നിങ്ങളുടെ കഴിവ് എന്താണ്, നിങ്ങളുടെ ഇൻട്രസ്റ്റ് എന്താണ്, അതിനനുസരിച്ച് നിങ്ങൾ നീങ്ങിയാൽ മതി. എൻ്റെ വാക്ക് കേട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ആരെങ്കിലും വാക്ക് കേട്ടോ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ കരിയർ ചൂസ് ചെയ്യരുത്. എനിക്ക് സംഭവിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാൽ, മേ ബി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് ബിസിനസ് ചെയ്യാൻ. എനിക്കിപ്പോൾ തോന്നാറുണ്ട്, എൻ്റെ ഒരു
ഫീൽഡ് അതാണ് ഞാൻ MBA ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ. കാരണം ടൈം ലേറ്റ് ആയിട്ടില്ല, നമുക്ക് ഇനിയും ടൈമുണ്ട്, നമുക്ക് അച്ചീവ് ചെയ്യാനുള്ള കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനുള്ള ടൈം ഇനിയും ഉണ്ട്. പക്ഷേ പഠിച്ച കാര്യത്തിൽ എക്സ്പീരിയൻസ് ആക്കി വെക്കുന്നത് വളരെ നല്ലതാണ്. സോ അതെന്തായാലും എനിക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷേങ്കിൽ MBA ഞാൻ ചൂസ് ചെയ്യാനുള്ളത് എനിക്ക് ഉള്ളിലുള്ള ഒരു ഇഷ്ടം ഇങ്ങനെ പോവാതെ കിടക്കുന്നതുകൊണ്ടാണ്. എനിക്ക് ബിസിനസ് ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഐ തോട്ട് ലൈക്ക് ഐ ഡു എൻ MBA. ബാക്കി കാര്യങ്ങളൊന്നും എനിക്കറിയില്ല, അതൊക്കെ ബാക്കി ഇങ്ങനെ ഒരു ഫ്ലോയിൽ അങ്ങ് പൊക്കോളും. എന്താണ് നമ്മുടെ തലവര അതുപോലെ അങ്ങ് പൊക്കോളും. സോ ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോൾ എൻ്റെ ബ്രദറിൻ്റെ കാര്യത്തിൽ ഇതുപോലെ ഇങ്ങനെ എഡ്യൂക്കേഷണൽ ഇങ്ങനെ കൗൺസിലിങ്ങിന് കൊണ്ടുപോകുമല്ലോ, എന്ത് നിങ്ങൾ ഇതെടുത്താൽ ബെറ്റർ ആയിരിക്കും, ഈ കോഴ്സാണ് ഈ പയ്യന് നല്ലത്, അങ്ങനെയൊക്കെ കൊണ്ടുപോയിട്ട് അവിടുത്തെ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ബ്രദറിനോട്, എൻ്റെ ഉമ്മാനോട്, ഇവനെ എഞ്ചിനീയറിങ്ങിന് വിടണ്ട. ഇക്കാക്ക് ഇഷ്ടം എഞ്ചിനീയറിംഗ് ആയിരുന്നു, എൻ്റെ കാക്കാക്ക്. അപ്പോൾ ഉമ്മാനോട് പറഞ്ഞു എഞ്ചിനീയറിങ്ങിന് വിടണ്ട, ഇവനക്ക് അതിനുള്ള കഴിവൊന്നും കാണുന്നില്ല. അവിടുന്ന് സ്റ്റെപ്പ് ഇറങ്ങി ഞാനില്ല, ഉമ്മ പറഞ്ഞ് കേൾക്കുന്നതാണ്. സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോൾ എൻ്റെ കാക്ക പറഞ്ഞത്ര, ഞാൻ എഞ്ചിനീയറിങ്ങിനെ പോവുള്ളൂ, ഞാനാൾ പറയണ കേൾക്കൊന്നുമില്ല. എൻ്റെ കാക്ക എഞ്ചിനീയറിംഗ് എടുത്തു, എൻ്റെ കാക്ക എഞ്ചിനീയറിംഗ് കംപ്ലീറ്റഡ് ആണ്, ഇപ്പോൾ വർക്കിംഗ് ആണ്, സ്വന്തമായിട്ടൊരു ബിസിനസ് റൺ ചെയ്യുന്നുണ്ട്, അപ്പോൾ പഠിച്ച മേഖലയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. സോ അതാ പറഞ്ഞത്, നമ്മളെ കാര്യങ്ങൾ ബാക്കിയുള്ളവരെല്ലാം തീരുമാനിക്കേണ്ട. നിങ്ങളുടെ ഉള്ളിലുള്ള ഇൻട്രസ്റ്റ് കാര്യങ്ങൾ നോക്കിയിട്ട് വേണം കോഴ്സ് ചൂസ് ചെയ്യാൻ. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ ഒരു വീഡിയോ ഒന്ന് MIT എന്താണെന്നുള്ള കാര്യങ്ങൾ മാത്രം എടുക്കുക. അല്ലാതെ ഇപ്പോൾ എൻ്റെ ഒരു വെറും ഒരു വീഡിയോ കണ്ടിട്ടോ കാര്യങ്ങളൊന്നും നിങ്ങളെ ഇൻട്രസ്റ്റ് നിങ്ങൾ എടുക്കരുത്. ഇതുപോലെ ഞാൻ MITനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബ് ചാനലിൽ വേറൊരാൾ ഇപ്പോൾ റെസ്പിറേറ്ററി തെറാപ്പി അല്ലെങ്കിൽ വേറെ കുറേ കോഴ്സസിനെ കുറിച്ച് പഠിച്ചവർ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരും. ഇതൊക്കെ കേട്ടതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് നിങ്ങളെ തന്നെ ഒന്ന് അനലൈസ് ചെയ്യുക, ഇതിൽ ഏതാണ് എനിക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ളൊരു സംഭവം എന്നുള്ളത്. കാരണം എൻ്റെ ക്ലാസ്സിൽ തന്നെ ഇപ്പം നമ്മൾ ഈ കോഴ്സ് ചൂസ് ചെയ്ത സമയത്ത് എന്താ പറയുക, നല്ല പഠിക്കുന്ന കുട്ടികൾ, ഇപ്പോൾ MBBS ലെവലിൽ തലയുള്ള പൂജികൾ ഉണ്ടാവില്ലേ, അവർ ഈ കോഴ്സ് എടുത്ത സമയത്ത് ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു വേറെ വല്ല കോഴ്സ് എടുത്തുകൂടെ എന്ന് വെച്ചാൽ വേറൊന്നും കൊണ്ടല്ല, നിങ്ങൾക്ക് അത്രയും ക്യാപ്പബിലിറ്റീസ് ഇല്ല. അപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങൾക്ക് ഇതിലാണ് ഇൻട്രസ്റ്റ്, നമുക്ക് ഈ ഒരു ജോബാണ് ഇൻട്രസ്റ്റ്, അതുകൊണ്ടാണ് ഇത് ചൂസ് ചെയ്തത്. കണ്ട, അപ്പോൾ അതാണ് ഡിഫറൻസ്. അവർക്ക് ക്യാപ്പബിലിറ്റീസ് വെച്ചിട്ടല്ല നമ്മൾ. ഇപ്പോൾ ചില വീട്ടിൽ നിന്ന് പ്രഷർ ഉണ്ടാവും, നിനക്ക് ഡോക്ടർ ആകാനുള്ള കഴിവുണ്ട്, നീ ഡോക്ടർ ആയാൽ മതി, കഴിവുമൊക്കെ അഗ്രീഡ്, പക്ഷെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം നോക്കേണ്ടത്. കഴിവ് ഓക്കെ എല്ലാവർക്കും ഡിഫറെൻ്റ് ആയിരിക്കും. കഴിവൊക്കെ നമ്മളെ പാരൻസ് ഇങ്ങനെ പറയുമായിരിക്കും, ഇങ്ങനെ നീ ഡോക്ടർ ആവാനുള്ള കഴിവുണ്ടായിരിക്കും. കഴിവല്ല, നിങ്ങളെ ഇൻട്രസ്റ്റ് ആണ് ആദ്യം നോക്കേണ്ടത്. ഓക്കെ, അത് നോക്കിയിട്ട് മാത്രം നിങ്ങൾ നിങ്ങളുടെ കോഴ്സ് ചൂസ് ചെയ്യാം. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ കൂടെ ഇപ്പോൾ പഠിച്ച കുട്ടികൾ ഓൾമോസ്റ്റ് എല്ലാവരും വർക്കിംഗ് ആണ്. പക്ഷേങ്കിൽ ഹൈ സാലറി ഒന്നും കിട്ടില്ല എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഈ 2 വർഷം, ഈ ഒരു എക്സ്പീരിയൻസ് ആക്കുന്ന 2 വർഷം നമുക്ക് പ്രത്യേകിച്ച് ഒന്നും സേവ് ചെയ്യാനും ഒന്നും പറ്റിയെന്ന് വരില്ല. അത് ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കും കേട്ടോ, ഓരോരുത്തരുടെ എക്സ്പെൻസും കാര്യങ്ങളും. എൻ്റെ കൂടെ പഠിച്ച മല്ലൂസ് ഫ്രണ്ട്സ് എല്ലാവരും ഇപ്പോൾ വർക്കിംഗ് ആണ്. എല്ലാവരും ബാംഗ്ലൂരും അതുപോലെ തന്നെ കുറച്ച് ഇപ്പോൾ നോർമൽ ഫ്രണ്ട്സ് ആണെങ്കിൽ ചെന്നൈയിലൊക്കെ ആയിട്ട് വർക്കിംഗ് ആണ്. കേരളത്തിൽ പിന്നെ നിങ്ങൾ ട്രെയിനിയായി നിൽക്കണം എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ നിൽക്കണം ഞാൻ ആരോടും പറയില്ല. കാരണം ട്രെയിനിയായിട്ട് ഇങ്ങനെ നിർത്തും, നമുക്ക് യാതൊരുവിധ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും കിട്ടില്ല. അപ്പോൾ അതൊരു വേസ്റ്റ് ഓഫ് ടൈമാണ്. അപ്പോൾ ഇൻഷാല്ല ഇപ്പം ഞാനിപ്പോൾ എൻ്റെ മേക്കപ്പ് ബിസിനസ്സും കാര്യങ്ങളും അതുപോലെ തന്നെ MBA ഒക്കെ ചെയ്തുകൊണ്ട് നിൽക്കുന്നതുകൊണ്ട് ഇപ്പം ഞാൻ അതിനെ കുറിച്ചിട്ട് ആലോചിക്കുന്നില്ല. എനിക്ക് ഇൻഷാല്ല എക്സ്പീരിയൻസ് ആക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ അതൊരു സൈഡിൽ. അപ്പോൾ മനസ്സിലായല്ലോ, പഠിച്ച ആർക്കും പണിയില്ലാതെ ഇരിക്കണമൊന്നുമില്ല, എല്ലാവരും വർക്ക് ചെയ്യുന്നുണ്ട്. 2 വർഷം സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് UK പോകണമെങ്കിൽ 1 വർഷത്തെ എക്സ്പീരിയൻസ് മതി. പുറത്ത് അബ്രോഡ് ട്രൈ ചെയ്യണമെങ്കിൽ 2 വർഷം എക്സ്പീരിയൻസ് ആക്കുക, എക്സാംസും കാര്യങ്ങളും എഴുതുക, പോവുക. ഈ ഒരു 2 വർഷം സ്ട്രഗ്ലിംഗ് പീരീഡ് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ കാര്യങ്ങൾ ഭയങ്കര എളുപ്പമാണ്. അതിപ്പോൾ MIT പഠിച്ചവരെ കാര്യം മാത്രമല്ല, നിങ്ങൾ ഏതൊരു കോഴ്സ് ഓപ്റ്റ് ചെയ്താലും റെസ്പിറേറ്ററി തെറാപ്പി, കാർഡിയാക്ക്, ക്രിട്ടിക്കൽ, MLT കുറേ ഉണ്ട്, RDT, എന്തൊരു കോഴ്സ് പഠിച്ച ആളോട് നിങ്ങൾ പോയി ചോദിച്ചാൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും പട്ടിപ്പണിയാണെന്ന്. ആക്ച്വലി പട്ടിപ്പണിയാണ് ഈ 2 വർഷം. ഈ 2 വർഷത്തെ എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് പോയിട്ട് ജോബ് ചെയ്യുക, അത്യാവശ്യം നല്ല സാലറി തന്നെ കിട്ടും. ഇനി എത്ര സാലറി കിട്ടുമെന്ന് വെച്ചാൽ അതൊന്നും എനിക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. പക്ഷേങ്കിൽ നാട്ടിലെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ആക്കി പുറത്ത് പോയി കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ളൊരു മാറ്റം ഫീൽ ചെയ്യും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ എന്ത് മനസ്സിലാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് കോഴ്സ് ചൂസ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് MIT അത്രയും ഇഷ്ടമുള്ളൊരു കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം കേട്ടോ, ഒരു പ്രശ്നമില്ല. ചില ആൾക്കാർക്കൊരു മൈൻഡ് സെറ്റ് ഉണ്ട്, എന്താ പറയുക, ഇപ്പോൾ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം ഒരാൾ അണ്ടറിൽ വർക്ക് ചെയ്യാൻ പറ്റിയൊരു മൈൻഡല്ല എൻ്റെത്. ഓരോരുത്തരും ഡിഫറെൻ്റ് ആയിരിക്കും. എനിക്കിങ്ങനെ ഒരാൾ അണ്ടറിൽ അധികം വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഇങ്ങനെ അവർ പറയുന്ന എല്ലാം ഇങ്ങനെ സഹിച്ച് പിടിച്ച് നിൽക്കാൻ പറ്റിയൊരു ടൈപ്പല്ല ഞാൻ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പല ബുദ്ധിമുട്ടുകൾ നമുക്ക് ഇൻറ്റേൺഷിപ്പിലുണ്ടാവും. അങ്ങനെയൊക്കെയാണ് നമുക്കൊരു എന്നുള്ളൊരു മൈൻഡ് വരിക.
സോ നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോൾ അത് ഓക്കെ ആയിട്ടുള്ളവരുണ്ടാവും, അത് വലിയൊരു പ്രശ്നമല്ല, അതൊക്കെ എനിക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്നതാണെന്നുള്ള മൈൻഡുള്ളവർക്ക് യു ക്യാൻ ഗോ ഫോർ ദിസ്. നല്ല നല്ല കോഴ്സ് തന്നെയാണ്. പക്ഷേങ്കിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് നോക്കിയിട്ട് കോഴ്സ് ചൂസ് ചെയ്യുക. ഇപ്പോൾ ഒരു MIT എടുക്കാൻ അത്രയും ഇൻട്രസ്റ്റ് ഉള്ളൊരു കുട്ടി എൻ്റെ വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കേണ്ടത് അയ്യോ ഇത് റോങ് ഓപ്ഷൻ ആണെന്നല്ല, ഒരിക്കലും അല്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ടോ, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ, ഗോ ഫോർ ദാറ്റ്. കംപ്ലീറ്റ് കറക്റ്റ് അന്വേഷിച്ചിട്ടും നിങ്ങൾക്ക് ഇത്രയും അന്വേഷിച്ചിട്ടും എനിക്കിപ്പോഴും അതിനോട് തന്നെ ഇഷ്ടം, ഞാൻ അതേ ചെയ്യൂ, ഓക്കെ നിങ്ങളത് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കോഴ്സും കാര്യങ്ങളൊക്കെ നല്ല തന്നെയാണ്. പിന്നെ നല്ല സ്ട്രഗ്ലിങ് 2 വർഷം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നല്ല സ്ട്രഗ്ലിങ് ഉണ്ടാവും. പിന്നെ SRMൽ MIT ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം എൻ്റെ വീഡിയോസ് മുന്നേ കണ്ടവർക്ക് മനസ്സിലാവും, അത്യാവശ്യം നല്ല സ്ട്രിക്റ്റ് ആണ്. ക്യാമ്പസ് ലൈഫും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. പക്ഷേങ്കിൽ ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ലൈഫ് ഉണ്ടാവുമല്ലോ നമ്മളെ, അത് കുറച്ച് എന്താ പറയുക സ്ട്രിക്റ്റും കാര്യങ്ങളുമാണ്. സോ അതിൽ ഞാൻ സർവൈവ് ചെയ്ത് വന്നത്. എന്നെ സംബന്ധിച്ച് ഞാൻ +1 +2 അല്ലെങ്കിൽ എൻ്റെ 10th വരെ ഒന്നും എന്നൊന്നും ആർക്കും കൺട്രോൾ ചെയ്യാനൊന്നും കിട്ടിയിട്ടില്ല. കാരണം അടിച്ചു പൊളിച്ച് നടന്ന ഒരാൾക്ക് ഇങ്ങനെ പറന്ന് നടന്ന ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ കമ്പാരിറ്റീവ്ലി SRMൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. സോ അത് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ. ഇത് കേൾക്കുന്ന പാരൻസിന് മേ ബി നല്ല ഓക്കെ ആവും. മക്കൾ സ്ട്രിക്റ്റ് ആയിട്ടെടുത്ത് പഠിക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര ഓക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ അതൊക്കെയാണ് കറണ്ട് അപ്ഡേറ്റ്സ്. ഇനിയും നിങ്ങൾക്ക് എന്താ പറയുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് അടിച്ചോളി. ഞാൻ നെക്സ്റ്റ് വീഡിയോ ഒക്കെ ആയിട്ട് ക്ലിയർ ചെയ്തിടാം. ഇതിൽ ഏകദേശം ഞാനിതിൻ്റെ ജോബ് എന്താണ്, അല്ലെങ്കിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്തതെന്ന് ചെയ്ത് തന്നെന്ന് വിചാരിക്കുന്നു. സോ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങളൊരു ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ട് നിങ്ങളുടെ ഭാവിയിലോട്ടുള്ള കോഴ്സും കാര്യങ്ങളും ചൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആയാൽ നിങ്ങൾ എന്തായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ആരെങ്കിലും ഇതുപോലെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. പാരാമെഡിക്കൽ ഫീൽഡിലോട്ട് പോകുന്ന ഒരാളോട്, ഞാൻ പഠിച്ചത് ഒരു പാരാമെഡിക്കൽ കോഴ്സ് ആയതുകൊണ്ട് ഞാൻ പറയാണ്, നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള സ്ട്രഗിളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ, ഏതൊരു കോഴ്സ് ആണെങ്കിലും. അപ്പം അതൊക്കെ മനസ്സിലാക്കിയിട്ട് കോഴ്സ് ചൂസ് ചെയ്യുക. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് അടിച്ചോളി, അല്ലെങ്കിൽ പേഴ്സണലി DM ചെയ്തോളി ഗൈസ്. അപ്പോൾ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.